IPL ചരിത്രത്തിൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു നീക്കത്തിന് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുങ്ങുന്നു. RCBയോട് ദയനീയമായി തോറ്റതിന് പിന്നാലെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ തയ്യാറായി ഋതുരാജ് ഗേക്വാദ്. പകരം നായകനായി സഞ്ജു സാംസൺ എത്തണമെന്ന് ഗേക്വാദ് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ധോണിയുടെ അഭാവം ചെന്നൈയെ തളർത്തുമ്പോൾ സഞ്ജു രക്ഷകനാകുമോ? നമുക്ക് നോക്കാം. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഏറ്റുവാങ്ങേണ്ടി വന്ന അത്യന്തം നാണംകെട്ട പരാജയത്തിനു ശേഷം അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയ നിലയിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ഋതുരാജ് ഗേക്വാദ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ പരാജയത്തിന്റെ ആഴവും വേദനയും എത്രത്തോളം ഉണ്ടെന്ന് ഓരോ വരികളിലും വ്യക്തമായിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഏത് നിമിഷവും കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ വെമ്പുന്ന ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചതും ആരാധകരെ അമ്പരപ്പിച്ചതും അതൊന്നുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ അദ്ദേഹം മഹേന്ദ്ര സിംഗ് ധോണിയെയും സഞ്ജു സാംസണെയും ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു അത്. IPL 2026 11ാം മത്സരം അരങ്ങേറിയത് ആവേശത്തിന്റെ പൂരപ്പറമ്പായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു. എന്നാൽ ഈ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായി മാറി. RCB ബാറ്റ്സ്മാൻമാർ ചെന്നൈ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ RCBക്കായി ഫിൽ സോൾട്ട് 46 റൺസ് നേടിയപ്പോൾ വെറും 29 പന്തുകളിൽ നിന്ന് ദേവദത്ത് പടിക്കൽ 50 റൺസ് അടിച്ചുകൂട്ടി. എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കേവലം 19 പന്തുകളിൽ നിന്ന് രജത് പാട്ടിദാർ 48 റൺസും 25 പന്തുകളിൽ നിന്ന് ടിം ഡേവിഡ് 70 റൺസും അടിച്ചുകൂട്ടിയപ്പോൾ RCBയുടെ സ്കോർ ബോർഡ് 250 റൺസ് എന്ന കൂറ്റൻ മലയായി മാറി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് മുന്നിലുണ്ടായിരുന്നത് 251 റൺസ് എന്ന അസാധ്യമായ വിജയലക്ഷ്യമായിരുന്നു. എന്നാൽ ചെന്നൈയുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നടിഞ്ഞത്. ടീം സ്കോർ വെറും 30 റൺസിൽ നിൽക്കെ അവരുടെ മുൻനിരയിലെ 3 വിക്കറ്റുകൾ നിലംപൊത്തി. അവിടെ നിന്നും പൂർണ്ണമായും ഛിന്നഭിന്നമായ ചെന്നൈ ടീം ദയനീയമായി മത്സരം അടിയറവ് വെച്ചു. ഈ ദാരുണമായ പരാജയത്തിന് ശേഷമാണ് ഋതുരാജ് ഗേക്വാദിന് മഹേന്ദ്ര സിംഗ് ധോണിയെ അതികഠിനമായി ഓർമ്മ വന്നത്. കാലിലെ പേശികൾക്കേറ്റ പരിക്കിനെ തുടർന്ന് MS ധോണിക്ക് ടീമിന്റെ ഭാഗമാകാൻ സാധിക്കാത്തത് ചെന്നൈക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി ടീം തുടർച്ചയായ 3ാമത്തെ മത്സരത്തിലാണ് പരാജയം രുചിക്കുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഋതുരാജ് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ടോസ് ജയിച്ച് ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ RCBയെ പരമാവധി 150 മുതൽ 160 റൺസിൽ ഒതുക്കാമെന്നാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ RCB ബാറ്റ്സ്മാൻമാർ കളിച്ച രീതിയും അവർ ഞങ്ങൾക്കുമേൽ അടിച്ചുകൂട്ടിയ 250 റൺസും ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്കും അപ്പുറമായിരുന്നു. ബാറ്റിംഗിൽ ഒരു മികച്ച തുടക്കം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ധോണി ഭയ്യയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമേ ഞങ്ങൾക്കിനി മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അദ്ദേഹം ടീമിലേക്ക് തിരിച്ചുവരുന്നതുവരെ ടീമിന്റെ ഈ മോശം അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓരോ ദിവസം കഴിയുന്തോറും മറ്റു ടീമുകളെല്ലാം കൂടുതൽ ശക്തരായിക്കൊണ്ടിരിക്കുകയാണെന്നും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ജയിക്കണമെങ്കിൽ ധോണിയുടെ മടങ്ങിവരവ് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് വിരാട് കോഹ്ലിയുടെ ടീമിനോടാണ് പരാജയപ്പെട്ടതെങ്കിൽ നാളെ രോഹിത് ശർമ്മയുടെ ടീമിനെതിരെ കളിക്കുമ്പോഴും അവസ്ഥ ഇതുതന്നെയാകാമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇതിനു പിന്നാലെയാണ് മാധ്യമപ്രവർത്തകരെയും ആരാധകരെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻസിയെക്കുറിച്ച് അദ്ദേഹം ആ വലിയ പ്രഖ്യാപനം നടത്തിയത്. തന്റെ നിസ്സഹായത തുറന്നു സമ്മതിച്ചുകൊണ്ട് സഞ്ജു സാംസണെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആരുടെയും കണ്ണു നനയിക്കുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മികച്ച ക്യാപ്റ്റനായി ടീമിനെ മുന്നോട്ട് നയിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവാണ് ഈ ക്യാപ്റ്റൻസിക്ക് ഇപ്പോൾ ഏറ്റവും അർഹൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മത്സരം മുതൽ അവൻ ടീമിന്റെ ക്യാപ്റ്റനാകണമെന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം. സഞ്ജുവിന് അതിനുള്ള അപാര കഴിവും മികച്ച നേതൃത്വ പാഠവുമുണ്ട്. എന്തായാലും ധോണി ഭയ്യയുമായി ഞാൻ ഈ വിഷയം ഗൗരവമായി സംസാരിക്കും. സ്വന്തം സ്ഥാനം പോലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഋതുരാജിന്റെ വാക്കുകളിൽ ആ വലിയ വേദന വ്യക്തമായിരുന്നു. ധോണി തിരിച്ചെത്തിയാൽ ചെന്നൈ ശക്തമായി തിരിച്ചുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഞ്ജു ക്യാപ്റ്റനായാൽ ടീം രക്ഷപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.